H-1B വിസ അപേക്ഷകൾക്ക് $1,00,000 ഫീസ് ഏർപ്പെടുത്തിയ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി റദ്ദാക്കിയിരിക്കുകയാണ് കോടതി. 20 സംസ്ഥാനങ്ങൾ ഫയൽ ചെയ്ത കേസിൽ ബോസ്റ്റണിലെ ഫെഡറൽ കോടതിയുടേതാണ് വിധി. ഫീസ് നിയമവിരുദ്ധമാണെന്ന് കോടതി ഉത്തരവിട്ടു. വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും. പുതിയ H-1B വർക്കർ വിസ അപേക്ഷകൾക്ക് $1,00,000 ഒറ്റത്തവണ ഫീസ് ഏർപ്പെടുത്തിയത് കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രാബല്യത്തിൽ വന്നിരുന്നു. നിരവധി ഇന്ത്യക്കാർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് വിധി. പുതിയ H-1B വിസക്കാർക്ക് ട്രംപ് ഭരണകൂടം ചുമത്തിയ $1,00,000 തുക ഫെഡറൽ ജഡ്ജി ആണ് റദ്ദാക്കിയത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ പ്രസിഡന്റ് നടപ്പാക്കിയ ഈ ഫീസ് ഘടനാ നിയമവിരുദ്ധമായ നികുതിയാണെന്ന് ബോസ്റ്റണിലെ US ഡിസ്ട്രിക്ട് ജഡ്ജി ലിയോ സൊറാക്കിൻ വിധി പ്രസ്താവനയിൽ വ്യക്തമാക്കി. അമേരിക്കൻ കമ്പനികൾ, സർവകലാശാലകൾ, ഇന്ത്യക്കാരുൾപ്പെടെയുള്ള 10,000-കണക്കിന് ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾ എന്നിവർക്ക് വലിയ വിജയമാണ് ഈ കോടതി വിധി. വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും അമേരിക്കക്കാർക്ക് കൂടുതൽ തൊഴിൽ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന കടുത്ത ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾക്കാണ് ഇതോടെ തിരിച്ചടിയായിരിക്കുന്നത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഇത്തരമൊരു ഭീമമായ ഫീസ് ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നിയമപരമായ അധികാരമില്ലെന്ന് US ജില്ലാ ജഡ്ജി വിധിക്കുകയായിരുന്നു. ട്രംപിന്റെ ഈ നടപടി നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച കോടതി ഉത്തരവ് അസാധുവാക്കാൻ ഉത്തരവിട്ടു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ട്രംപ് ഭരണകൂടം ഈ വിവാദ ഫീസ് പ്രഖ്യാപിച്ചത്. സാധാരണയായി H-1B വിസയുമായി ബന്ധപ്പെട്ട ഫീസുകളായി തൊഴിലുടമകൾ $2,000 മുതൽ $5,000 വരെയാണ് നൽകിയിരുന്നത്. എന്നാൽ ഇത് ഒറ്റയടിക്ക് $1,00,000 ഉയർത്തിയത് കമ്പനികൾക്ക് വിദേശ പ്രതിഭകളെ ജോലിക്കെടുക്കുന്നത് അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു. ഈ നയത്തിനെതിരെ കാലിഫോർണിയ ഉൾപ്പെടെ ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന 20 സംസ്ഥാനങ്ങളാണ് കോടതിയെ സമീപിച്ചത്. സംസ്ഥാനങ്ങളുടെ ഈ വാദം കോടതി പൂർണ്ണമായും അംഗീകരിച്ചു. അമേരിക്കയിലെ ഇമിഗ്രേഷൻ സംവിധാനത്തിൽ സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ, ഫിനാൻസ് തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള ഇന്ത്യക്കാർക്ക് ജോലി ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് H-1B വിസ. ഓരോ വർഷവും അനുവദിക്കുന്ന H-1B വിസകളിൽ ഭൂരിഭാഗവും ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്കാണ്. പ്രതിവർഷം 65,000 ജനറൽ വിസകളും US സ്ഥാപനങ്ങളിൽ നിന്ന് ഉന്നത ബിരുദം നേടിയവർക്കായി അധികമായി 20,000 വിസകളും ഈ പ്രോഗ്രാം വഴി അനുവദിക്കുന്നുണ്ട്. ഇമിഗ്രേഷൻ അഡ്വക്കസി ഗ്രൂപ്പിന്റെ കണക്കനുസരിച്ച് നിലവിൽ 7,30,000 H-1B വിസ ഉടമകൾ അമേരിക്കയിൽ താമസിക്കുന്നുണ്ട്. ഇവരെ ആശ്രയിച്ച് കഴിയുന്ന പങ്കാളികൾ കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ എണ്ണം 5,50,000 വരും. ഫീസ് വർധനവ് നടപ്പിലായിരുന്നെങ്കിൽ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യൻ ജീവനക്കാരെ ജോലിക്കെടുക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. US ചേംബർ ഓഫ് കൊമേഴ്സ് ഉൾപ്പെടെയുള്ള ബിസിനസ് ഗ്രൂപ്പുകളും ഈ നയത്തിനെതിരെ പ്രത്യേകം കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. കോടതി വിധിക്കെതിരെ ട്രംപ് ഭരണകൂടം അപ്പീൽ നൽകാൻ സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കോടതി വിധിയെ തുടർന്ന് H-1B വിസ ഫീസ് സാധാരണ നിലയിൽ തുടരും. ഇത് ഇന്ത്യൻ IT കമ്പനികൾ, എഞ്ചിനീയർമാർ, US-ൽ ജോലിക്ക് തയ്യാറെടുക്കുന്ന യുവാക്കൾ എന്നിവർക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ട്രംപ് ഈ ഭീമമായ ഫീസ് വർധനവ് പ്രഖ്യാപിച്ചത് എന്നതും എടുത്തു പറഞ്ഞു കോടതി. ഇതിനെതിരെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള 20 സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാർ സംയുക്തമായി ഫയൽ ചെയ്ത ഹർജിയിലാണ് അനുകൂല വിധി വന്നിരിക്കുന്നത്. IT ഉൾപ്പെടെയുള്ള പ്രമുഖ ആഗോള സാങ്കേതിക വിദ്യ കമ്പനികളെ ട്രംപിന്റെ ഈ തീരുമാനം വൻതോതിൽ പ്രതികൂലമായി ബാധിച്ചിരുന്നു. രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമെന്ന് കരുതുന്ന വിദേശികളുടെ പ്രവേശനം തടയാൻ ഇമിഗ്രേഷൻ നിയമപ്രകാരം പ്രസിഡന്റിന് അധികാരമുണ്ടെന്നും ഈ ഫീസ് നിയമപരമായ ഒരു സാമ്പത്തിക പിഴ മാത്രമാണെന്നുമായിരുന്നു വൈറ്റ് ഹൌസിന്റെ വാദം. എന്നാൽ കോടതി ഈ വാദം പൂർണ്ണമായും തള്ളി. ഈ $1,00,000 പേയ്മെന്റിന്റെ സ്വഭാവവും പ്രയോഗവും പരിശോധിച്ചാൽ ഇതിനെ എന്ത് പേരിട്ട് വിളിച്ചാലും അതൊരു നികുതി തന്നെയാണ്. റിപ്പബ്ലിക്കൻ പ്രസിഡന്റിന് ഇത്തരമൊരു നികുതി ചുമത്താൻ കോൺഗ്രസിന്റെ യാതൊരു അനുമതിയുമില്ല. അതുകൊണ്ട് തന്നെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനോ ഇമിഗ്രേഷൻ വിഭാഗത്തിനോ ഇത് നടപ്പിലാക്കാൻ കഴിയില്ലെന്നും ജഡ്ജി പറഞ്ഞു. ദേശീയ അടിയന്തരാവസ്ഥയുടെ പേരിൽ ട്രംപ് മുമ്പ് നടപ്പാക്കിയ വ്യാപാര നികുതികൾ റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവ് ചൂണ്ടിക്കാണിച്ചായിരുന്നു ജഡ്ജിയുടെ വിധി. എന്നാൽ ഈ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നും വിധി റദ്ദാക്കപ്പെടുമെന്നും ഉറപ്പുണ്ടെന്നും വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.